എക്സിക്യൂട്ടിംഗ് എ സി പ്രോഗ്രാം ഓർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സിക്യൂഷൻ ഓഫ് എ സി പ്രോഗ്രാം. അതൊരു സി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തൊക്കെ സ്റ്റെപ്സാണ് വരിക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നോർമലി 4 സ്റ്റെപ്പാണ് വരിക. ക്രിയേറ്റിംഗ് ദി പ്രോഗ്രാം, ദെൻ കമ്പൈലിംഗ് ദി പ്രോഗ്രാം, ലിങ്കിങ് ദി പ്രോഗ്രാം വിത്ത് ഫങ്ഷൻസ് ദാറ്റ് ആർ നീഡഡ് ഫ്രം ദി സി ലൈബ്രറി, ദെൻ എക്സിക്യൂട്ടിംഗ് ദി പ്രോഗ്രാം. ഇത്രയും 4 സ്റ്റെപ്സാണ് ഒരു പ്രോഗ്രാം എക്സിക്യൂഷനിൽ വരിക. അപ്പോൾ ഓരോ സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ക്രിയേറ്റിംഗ് ദി പ്രോഗ്രാം എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ്. ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എഡിറ്റർ വേണം. പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ മീൻസ് ആ പ്രോഗ്രാമിനെ നമ്മളിങ്ങനെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ പ്രോഗ്രാം നോട്ട്ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ടാവും, എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിസ്റ്റത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ സ്റ്റെപ്സിൽ പറയണത്. അപ്പോൾ ആദ്യം അതിനെ കമ്പ്യൂട്ടറിൽ അതിനെ ടൈപ്പ് ചെയ്യുക, അതിനെ എൻ്റർ ചെയ്യുക, അതിന് ശേഷമാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വേണം, അതിനകത്ത് കയറിയിട്ടേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ആപ്ലിക്കേഷനെയാണ് നമ്മൾ പ്രോഗ്രാം എഡിറ്റർ എന്ന് പറയുന്നത്. ഒരു എഡിറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് നോട്ട് പാഡ്, വേർഡ് പാഡ് ഇങ്ങനെയുള്ള എഡിറ്റേഴ്സൊക്കെ ഉണ്ട്. ഇങ്ങനെ ഏത് എഡിറ്ററിൽ കയറിയിട്ടും ഒരു സി പ്രോഗ്രാം നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് അതിനെ സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലാബിൽ യൂസ് ചെയ്യാൻ പോണത് ടെർബോ സി എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ്. ടെർബോ സി. ഈ ടെർബോ സി എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രോഗ്രാം എഡിറ്ററും കമ്പൈലറും ലിങ്കറും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ലാബിൽ പോകുമ്പോൾ ചെയ്യുക, നമ്മൾ ടെർബോ സി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും, എന്നിട്ട് അതിനകത്ത് നമ്മുടെ കോഡ് എൻ്റർ ചെയ്യും. നമ്മുടെ പ്രോഗ്രാമിനെ നമ്മൾ കോഡ് എന്നാണ് പറയുക, ആ കോഡ് എൻ്റർ ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയത് സോഴ്സ് പ്രോഗ്രാം എന്നാണ്. എൻ്റർ ഓർ എഡിറ്റ് സോഴ്സ് പ്രോഗ്രാം എന്നാണ് എഴുതി. നമ്മൾ റൈറ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിനെ, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ നമ്മൾ സോഴ്സ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ സേവ് ചെയ്യണം. ആ സേവ് ചെയ്യുമ്പോൾ നമ്മൾ .c എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയൽ എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് നമ്മൾ സേവ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ നേരത്തെ ഹലോ വേൾഡ് എഴുതി, ആ പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫയൽ നെയിം ഹലോ എന്നാണ് കൊടുക്കാൻ ഉദ്ദേശിക്കാന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ hello.c എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്യുക. അതെന്തിനാന്ന് വെച്ചാൽ .c എന്ന് പറഞ്ഞ ഫയൽ എക്സ്റ്റൻഷൻ കാണുന്ന സമയത്താണ് അത് കമ്പൈലറിന് അതൊരു സി പ്രോഗ്രാം ഫയലാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് സോഴ്സ് കോഡ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ .c സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ നെയിം അവിടെ വരണം എന്നാണ് ഉദ്ദേശിച്ചത്. ഫയൽ നെയിം .c എന്ന് പറഞ്ഞിട്ട് ഫോർമാറ്റിൽ നമ്മൾ അതിനെ സേവ് ചെയ്യും. അത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് കമ്പൈൽ സോഴ്സ് പ്രോഗ്രാം. കമ്പൈലേഷനാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. കമ്പൈലേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ കയ്യിലിരിക്കുന്ന സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് സിയിലാണ് എഴുതിയിരിക്കുന്നത്. അതിനെ ആ ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, അതിൽ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം, അതായത് പ്രോഗ്രാം ട്രാൻസ്ലേറ്റ് ചെയ്യണം. ആ ട്രാൻസ്ലേഷനാണ് ഈ കമ്പൈൽ എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാം കമ്പൈലറാണ്. അത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ കമ്പൈലർ വെച്ചിട്ട് നമ്മൾ സോഴ്സ് പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. കമ്പൈൽ ചെയ്തിട്ട് കമ്പൈലേഷൻ സക്സസ് ആണെങ്കിൽ നമുക്ക് ഒരു OBJ ഫയലായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ നേരത്തെ hello.c എന്നാണ് ഫയലിന് പേര് കൊടുത്തത്. അതിനെ കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ hello.obj എന്ന് പറഞ്ഞിട്ടൊരു ഫയലായിരിക്കും നമുക്ക് കിട്ടുക ഈ സ്റ്റെപ്പിൽ. ഇനി കമ്പൈലേഷൻ ഫെയിലാവും ചില സമയത്ത്. ഫെയിലാവുക എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ കമ്പൈലേഷൻ ഫെയിലാവും. അപ്പോൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക സിൻറ്റാക്സ് എറേഴ്സ് ഉണ്ടോ എന്നാണ് നോക്കുക. സിൻറ്റാക്സ് എറേഴ്സ് ഉണ്ടെങ്കിൽ, സിൻറ്റാക്സ് എറർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിൻ്റെ ഗ്രാമറിനെയാണ്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഗ്രാമറിനെയാണ് നമ്മൾ സിൻറ്റാക്സ് എന്ന് പറയുക. അപ്പോൾ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു സിൻറ്റാക്സ് എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചെങ്ങോട്ട് തന്നെ പോവുക, എഡിറ്ററിലേക്ക് തന്നെ പോവുക, അത് നമ്മൾ കറക്റ്റ് ചെയ്യുക, വീണ്ടും സേവ് ചെയ്യുക, വീണ്ടും കമ്പൈൽ ചെയ്യാം. അപ്പോൾ എറർ ഉണ്ടെങ്കിൽ, സിൻറ്റാക്സ് എറർ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോവും, പിന്നെയും എഡിറ്റ് സ്റ്റെപ്പ്, കമ്പൈൽ സ്റ്റെപ്പ്, വീണ്ടും സിൻറ്റാക്സ് എറർ ഉണ്ടോ ചെക്ക് ചെയ്യും, അങ്ങനെയാണ് വരിക. അപ്പോൾ ഒരു സിൻറ്റാക്സ് എറർ പ്രോഗ്രാമിലുണ്ടെന്നുണ്ടെങ്കിൽ കമ്പൈലേഷൻ ഫെയിലാവും, തിരിച്ച് നമ്മൾ എഡിറ്റിലേക്ക് പോകും. അങ്ങനെ സിൻറ്റാക്സ് എറർ ഒന്നും ഇല്ലെങ്കിൽ കമ്പൈലേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്, ലിങ്ക് വിത്ത് സിസ്റ്റം ലൈബ്രറി. ഇപ്പോൾ സക്സസ് ആണെങ്കിൽ ഈ OBJ ഫയൽ ക്രിയേറ്റ് ആവുള്ളൂ കേട്ടോ. ഞാൻ ഈ ഫയൽസിൻ്റെ ഫ്ലോ ഇങ്ങനെ സൈഡിൽ എഴുതി വെച്ചു എന്ന് മാത്രം. ഇതിൻ്റെ ഇവിടെ സിൻറ്റാക്സ് എറർ നോ എന്ന് വന്നാലാണ് OBJ ഫയൽ ക്രിയേറ്റ് ആവുള്ളൂ.
അപ്പോൾ സിൻടാക്സ് എറേഴ്സ് ഒന്നുമില്ല, കമ്പൈലേഷൻ സക്സസ് ആയിരുന്നുണ്ടെങ്കിൽ hello.obj എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ആയി. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്, ലിങ്ക് വിത്ത് സിസ്റ്റം ലൈബ്രറി. അതായത് ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുറേ ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഒരു പ്രോഗ്രാമിൽ. അപ്പോൾ നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനകത്ത് നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, വേറൊരു ഹെഡർ ഫയലിലുള്ള ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ സോഴ്സ് പ്രോഗ്രാം മാത്രം ഉണ്ടെങ്കിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ആ ഹെഡർ ഫയലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനും കൂടെ ഉണ്ടെങ്കിൽ എക്സിക്യൂഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിനെ ആ ഹെഡർ ഫയലുമായിട്ട് ലിങ്ക് ചെയ്യണത്. ആ ലിങ്ക് എന്ന് പറഞ്ഞ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ ലിങ്കർ എന്ന് പറയാം. അപ്പോൾ ലിങ്കർ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമ്മുടെ hello.c ആണെങ്കിൽ hello.cനെ stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലുമായിട്ട് ലിങ്ക് ചെയ്യുക. ഈ ലിങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു എക്സിക്യൂട്ടബിൾ ഫോർമാറ്റിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് hello.obj എന്ന് പറഞ്ഞ ഫയലാണ്. അത് ലിങ്കർ യൂസ് ചെയ്തുകൊണ്ട് അതിനെ സിസ്റ്റം ലൈബ്രറി ആയിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സിക്യൂട്ടബിൾ ഫയൽ കിട്ടും. അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ star.exe ആയിരിക്കും. അതായത് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ കേസിൽ hello.exe ആയിരിക്കും. .exe എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ആൻ എക്സിക്യൂട്ടബിൾ ഫയൽ എന്നാണ് മീനിങ്. ഈ പറയണതെല്ലാം വിൻഡോസ് എന്ന് പറഞ്ഞ എൻവയോൺമെൻറ്റിൽ നിന്നിട്ടാണ്. വിൻഡോസിലെ എക്സിക്യൂട്ടബിൾ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .exe ആണ്. അപ്പോൾ എക്സിക്യൂട്ടബിൾ ഫയലായി കഴിഞ്ഞാൽ ഇനി നമുക്കതിനെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക്, ഫോർത്ത് സ്റ്റെപ്പിലേക്ക് പോവാണ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷനാണ്. എക്സിക്യൂഷനിൽ തന്നെ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്, ലോഡിംഗ് ആൻഡ് എക്സിക്യൂഷൻ. അത് ചെയ്യണത് ലോഡിംഗ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യണ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ലോഡറാണ്. ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാംസ് പ്രൈമറി മെമ്മറിയിൽ ഉണ്ടായിരിക്കണം. പ്രൈമറി മെമ്മറിയിലുള്ള കാര്യങ്ങൾ മാത്രമേ പ്രോസസ്സറിന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്രോഗ്രാമിനെ നമ്മുടെ ഇപ്പോൾ star.exe എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയൽ നമ്മൾ എവിടെയാണോ നമ്മുടെ സോഴ്സ് കോഡ് നമ്മൾ സ്റ്റോർ ചെയ്തത്, ഏത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലാണ് സോഴ്സ് കോഡ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ തന്നെയായിരിക്കും ഈ star.exe എന്ന് പറഞ്ഞ ഫയലും ഉണ്ടാവുക. അവിടുന്ന് ആ ഫയലിനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രൈമറി മെമ്മറിയിലേക്ക് മൂവ് ചെയ്യണം. ആ മൂവിങ് ഓപ്പറേഷനാണ് ഈ ലോഡർ ചെയ്യുക. അപ്പോൾ ലോഡർ ചെയ്യുകയെന്ന് വെച്ചാൽ ദാറ്റ് ലോഡ്സ് ദി പ്രോഗ്രാം ഇൻ ടു പ്രൈമറി മെമ്മറി. ആ പ്രൈമറി മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാലേ പ്രോസസ്സറിന് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലോഡർ star.exe എന്ന് പറഞ്ഞ ഫയലിനെ പ്രൈമറി മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. ദെൻ പ്രോസസ്സർ അതിനെ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി എക്സിക്യൂഷനിലും നമുക്ക് എറേഴ്സ് കിട്ടാം. അപ്പോൾ ഗ്രാമർ മിസ്റ്റേക്സ്, അതായത് സിൻടാക്സ് എറേഴ്സ് നമുക്ക് കമ്പൈൽ ടൈമിലേക്ക് കിട്ടി. ഇപ്പോൾ സിൻടാക്സ് എററൊന്നും നമ്മുടെ പ്രോഗ്രാമിൽ എക്സിക്യൂഷനിൽ വരുന്ന സമയത്ത് ഉണ്ടാവില്ല. എക്സിക്യൂഷനിൽ ഉണ്ടാവുന്ന എറേഴ്സ് ലോജിക്കൽ എറേഴ്സ് ആയിരിക്കും. ലോജിക്കൽ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം ലോജിക്കലുള്ള എറർ, അത് ആ പ്രോഗ്രാം എഴുതിയ ആൾക്കേ അറിയുള്ളൂ അതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളത്. അതായത് ഞാനിപ്പോൾ ആഡ് ചെയ്യണതിന് പകരം മൾട്ടിപ്ലൈ ചെയ്തതെന്നുണ്ടെങ്കിൽ, അതായത് പ്ലസ്സിന് പകരം സ്റ്റാർ ആണ് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണ ഓപ്പറേറ്റർ, പ്ലസ്സിന് പകരം ഞാൻ സ്റ്റാർ എന്നിട്ടു. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് തെറ്റായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എറേഴ്സ് അത് റൺ ചെയ്ത് കഴിയുമ്പോഴാണ് വരിക. അപ്പോൾ അങ്ങനെ ഒരു എറർ ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം, തിരിച്ച് നമ്മൾ എഡിറ്ററിലേക്ക് തന്നെ പോയിട്ട് അത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ സിൻടാക്സ് എറേഴ്സ് നമുക്ക് കമ്പൈൽ ടൈമിലും കിട്ടും, ലോജിക്കൽ എറേഴ്സ് നമുക്ക് എക്സിക്യൂഷൻ ടൈമിലും കിട്ടും. അപ്പോൾ ഇത്രയാണ് ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ സ്റ്റെപ്സ് വരിക. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റർ ഓർ എഡിറ്റ് സോഴ്സ് പ്രോഗ്രാമാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഡിറ്ററാണ്. അപ്പോൾ ഒരു എഡിറ്ററിനകത്ത് കയറിയിട്ട് പ്രോഗ്രാം എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്യുക. .c എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പൈലിംഗ് ദി സോഴ്സ് പ്രോഗ്രാം, അതിന് യൂസ് ചെയ്യുക കമ്പൈലറിനെയാണ്. കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക .obj star.obj എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയലായിരിക്കും ക്രിയേറ്റ് ആവുക. അതിന് നമ്മൾ ഒബ്ജക്റ്റ് ഫയൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയും. ഇനി കമ്പൈലേഷൻ ഫെയിൽ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിൻടാക്സ് എറർ വരുമ്പോഴാണ് കമ്പൈലേഷൻ ഫെയിൽ ആവുക. സിൻടാക്സ് എറർ ഉണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ എഡിറ്ററിലേക്ക് തന്നെ പോയിട്ട് അതിനെ എഡിറ്റ് ചെയ്യുക, വീണ്ടും കമ്പൈൽ ചെയ്യുക. സിൻടാക്സ് എറേഴ്സ് ഇല്ലാതെ ആയി കഴിഞ്ഞാലേ ഒബ്ജക്റ്റ് ഫയൽ ക്രിയേറ്റ് ആവുള്ളൂ. ഒബ്ജക്റ്റ് ഫയൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ, അതായത് സിൻടാക്സ് എറേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും, ലിങ്കിങ് വിത്ത് സിസ്റ്റം ലൈബ്രറി. അത് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ലിങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ലിങ്കർ സിസ്റ്റം ലൈബ്രറി ആയിട്ട് ലിങ്ക് ചെയ്യും. സിസ്റ്റം ലൈബ്രറി ആയിട്ട് ലിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡർ ഫയൽസ് ഒക്കെ ഇരിക്കുന്നത് നമ്മുടെ ലൈബ്രറിയിലാണ്. നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്ത ഹെഡർ ഫയലും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഹെഡർ ഫയലുമായിട്ട് ലിങ്ക് ചെയ്യണത്.
അത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ടബിളായി. അപ്പോൾ ലിങ്ക് എന്ന് പറഞ്ഞ സെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് .exe എന്ന് പറഞ്ഞിട്ടൊരു ഫയലാണ് കിട്ടുക. ഈ .exe ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിക്യൂഷനാണ്, ലോഡ് ആൻഡ് എക്സിക്യൂട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ലോഡർ. ലോഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിനെ, ഒരു എക്സിക്യൂട്ടബിൾ പ്രോഗ്രാമിനെ മെമ്മറിയിലേക്ക്, പ്രൈമറി മെമ്മറിയുടെ അകത്തേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോഡർ യൂസ് ചെയ്യുക. അത് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ്സർ അതിനെ എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എറേഴ്സ് കിട്ടാം. നോർമലി നമുക്ക് ലോജിക്കൽ എറേഴ്സാണ് അവിടെ കിട്ടുക. ഇതല്ലാണ്ടും എറേഴ്സ് ഉണ്ട് കേട്ടോ. ഈ സിൻടാക്സ് എററും ലോജിക്കൽ എററും അല്ലാത്ത എറേഴ്സൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്സ് മാത്രം പറയുകയാണ്. സാധാരണ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് ഈ 2 എററും ആയിരിക്കും കിട്ടുക. അപ്പോൾ ഒരു ലോജിക്കൽ എറർ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് നമ്മൾ എഴുതിയ ലോജിക്കൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ തിരിച്ച് എഡിറ്ററിലേക്ക് തന്നെ പോകുന്നു, പ്രോഗ്രാം എഡിറ്റ് ചെയ്യണു, വീണ്ടും കമ്പൈൽ ചെയ്യും, ലിങ്ക് ചെയ്യും, ലോഡ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ലോജിക്കൽ എറർ കറക്റ്റ് ആയോ എന്നുള്ളത്. അങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇത് ലോജിക്കൽ എറേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് സി പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ സ്റ്റെപ്സ്. ഓക്കെ, നെക്സ്റ്റ് സി ക്യാരക്ടർ സെറ്റാണ്. അതിന് അടുത്ത വീഡിയോ ആയിട്ടിടാം.